അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനാദരമായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇന്നിനായി നബിദിന സമ്മേളനത്തിന് മക്ക വിജയത്തിന് കുറിച്ച് ഏതാനും വാക്കുകൾ പറയാൻ ഉദ്ദേശിക്കുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അനുയായികളോടൊപ്പം നിർഭയമായി മസ്ജിദുൽ ഹറമിലേക്ക് പോകുന്നത് സ്വപ്നം കാണുകയുണ്ടായി. ഹിജ്റ 6-ാം വർഷം ദുൽഖഅദ മാസത്തിൽ 1500 അനുയായികളോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് പ്രവേശിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുയായികളെയും മുശ്രിക്കുകൾ തടഞ്ഞു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, മക്കയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. 3 പേർ വന്നു ഒന്നിന്റെ പിറകെ ഒന്നായി നിന്ന് പറഞ്ഞു, യുദ്ധം ചെയ്യാൻ വന്നതല്ല ഞാൻ, പരിശുദ്ധ മക്കയിൽ വന്ന് ഉംറ നിർവഹിക്കാനാണ് ഞാൻ വന്നത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല തന്നെ തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സന്ധി സംഭാഷണയിൽ തയ്യാറായി. അവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ദൂതനായി മക്കയിലേക്ക് അയച്ചു. 3 ദിവസം കഴിഞ്ഞ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കയിൽ തിരിച്ചെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തടവിലാക്കി. 3 ദിവസം കഴിഞ്ഞ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. ഇതറിഞ്ഞ സ്വഹാബികൾ മരണം വരെ സമരം ചെയ്യുമെന്ന് തീരുമാനിച്ചു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുദൈബിയയിൽ ഒരു മരച്ചോട്ടിൽ വെച്ച് ബൈഅത്ത് ചെയ്തു. ഇതിനെ ബൈഅത്തുർ റിദ്വാൻ എന്ന് പറയുന്നു. ബൈഅത്ത് വിവരം അറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കൾ ഭയപ്പെട്ടു. അവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തടവിലാക്കി ഒരു സന്ധി സംഭാഷണയിൽ തയ്യാറായി. അങ്ങ് ഈ വർഷം പോകുക, അടുത്ത വർഷം വന്ന് 3 ദിവസം താമസിക്കുക എന്നായിരുന്നു അവരുടെ പരിപാടി. പ്രത്യക്ഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമികൾക്ക് എതിരായിരുന്നെങ്കിലും ശത്രുക്കൾക്ക് അനുകൂലവും. ഹുദൈബിയ സന്ധി സംഭാഷണം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുയായികൾ പോയ ശേഷം ഹുദൈബിയ നേതാക്കൾ അവരോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുയായികൾ ബഹുമാനിക്കുന്ന പോലെ ലോകത്ത് ഇതുവരെയായിട്ട് ഒരു അനുയായികൾ ബഹുമാനിക്കാൻ കണ്ടിട്ടില്ല. ഇതന്നെ ചില ശത്രുക്കൾ പലരും ഇസ്ലാം മതത്തിലേക്ക് പോയി. ഇത് വലിയ വിജയത്തിന് കാരണമായി. ഇത്രയും പറഞ്ഞ എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, ലോകഗുരു മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500-ാം നൂറ്റാണ്ട് ആഘോഷിക്കുന്ന ഈ തസ്നീമെ മദീനയുടെ വേദിയിൽ നിസ്കാരം എന്ന വിഷയത്തെ കുറിച്ച് അല്പം സംസാരിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. നാഥൻ തുണക്കട്ടെ. ആമീൻ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ വീടിന്റെ സമീപത്ത് കൂടി ഒരു പുഴ ഒഴുകുന്നു എന്ന് സങ്കല്പിക്കുക. ആ പുഴയിൽ ഒരാൾ 5 നേരം കുടിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ വ്യക്തിയുടെ ശരീരത്തിൽ വല്ലതും ശേഷിക്കുമോ? സ്വഹാബാക്കളെ എല്ലാവരും പറഞ്ഞു, ഇല്ല, അയാൾക്ക് ശേഷിക്കുകയില്ല. എന്നാൽ ഇപ്രകാരമാണ് 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിച്ചാൽ പാപങ്ങളിൽ നിന്ന് മുക്തമാവുകയും ചെയ്യും. ഒരു വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ഇടയിൽ വേർതിരിക്കുന്ന അടയാളം അത് 5 നേരത്തെ നിസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധം ചെയ്ത കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായത് നിസ്കാരമാണ്. മാത്രമല്ല അത് സമയബന്ധിത നിർബന്ധ കർമ്മവുമാണ് നിസ്കാരം എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ ഉണർത്തിയല്ലേ. നോക്കൂ, ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ഏത് പ്രവർത്തനമാണ് ഏറ്റവും പുണ്യമായത്? അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിസ്കാരം അതിന്റെ വക്തിൽ നിർവഹിക്കുക. നോക്കൂ, നിസ്കാരം യഥാവിധി നിർവഹിക്കുന്ന സത്യവിശ്വാസി എത്ര നന്നായിരിക്കും. മാത്രമല്ല അയാൾ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും കാപ്പട്യങ്ങളിൽ നിന്നും മുക്തനായിരിക്കും. അയാളുടെ ശരീരവും മനസ്സും നല്ലതായിരിക്കും. മാത്രമല്ല അയാൾക്ക് മനസ്സമാധാനം ഉണ്ടാവുകയും ചെയ്യും. ഒരു വിശ്വാസി ഒരാൾ നിസ്കരിക്കുമ്പോൾ മനസ്സാന്നിധ്യത്തോടെ കൂടിയും ഭയഭക്തിയോട് കൂടിയുമാണ് നിസ്കരിക്കേണ്ടത്. ഒരാൾ നിസ്കാര സമയം വിട്ടു പിന്തിക്കാൻ പാടില്ല. കഴിയുന്നതും ജമാഅത്തായി നിസ്കരിക്കുക.
ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതും ജമാഅത്തായി നിസ്കരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ 27 ഇരട്ടി പ്രതിഫലമാണ് ലഭിക്കുന്നത്. ഈ സമൂഹത്തിന്റെ മേലെ അല്ലാഹു തആല നിർബന്ധമാക്കിയ ഒരു കർമ്മം എങ്ങനെയാണ് ഉപേക്ഷിക്കാൻ കഴിയുന്നത്? ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി ഫായിദീന ബില്ലാഹി അമ്മാ ബഅദ്. സ്നേഹാദരവ് നിറഞ്ഞ പണ്ഡിതരെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, മുത്തുനബിയുടെ മീലാദ് ലോകമാകമാനം കൊണ്ടാടുന്ന ഈ സുന്ദര സമയത്ത് ഞാനും അവിടുത്തെ അല്പം മാറ്റി അവസാനിപ്പിക്കാം. പരകോടി വിശ്വാസികളുടെ ഹൃദയാന്തര പ്രകാശം പൊഴിക്കുന്ന പൗർണമിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പ്രകീർത്തനങ്ങൾ വാമൊഴിയാലും വരമൊഴിയാലും അടയാളപ്പെടുത്താൻ അന്ത്യനാൾ വരെ ഒരാൾക്കും സാധ്യമല്ല. അത്രത്തോളം പാരാവാരം പോലെ പരന്നു കിടക്കുകയാണ് മുത്തിന്റെ കീർത്തികൾ. അല്ലാഹു തന്നെ പറഞ്ഞല്ലോ, അങ്ങയുടെ കീർത്തി നാം ഉയർത്തിയിരിക്കുന്നു എന്ന്. അതെ, ആ കീർത്തന പൂർത്തീകരണം അസാധ്യം തന്നെ. അവിടുത്തെ സ്മരിക്കപ്പെടാത്ത ഒരു സമയവുമില്ലെന്നതാണ് സത്യം. സ്വലാത്തിന്റെ സ്വരരാഗങ്ങൾ സ്വദാ ഹബീബിന് സമ്മാനിക്കപ്പെടുമ്പോൾ ഒരു സെക്കൻഡും അവിടുത്തെ പുകഴ്ത്താതായില്ല. മുത്തിന്റെ കീർത്തന താളിൽ നിന്നൊരു ചെറുത്താൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിവർത്തി വാക്കുകൾക്ക് വിരാമമിടാം. കളളിലും കാമകൂത്തിലും ലയിച്ചും കണ്ണിൽ കാണുന്നതിനെ മുഴുവൻ ആരാധിച്ചും അരുതായ്മകളിൽ മാത്രം ആനന്ദം കണ്ടെത്തിയിരുന്ന അജ്ഞരായ അധമ വിഭാഗം അതായിരുന്നു 6-ാം നൂറ്റാണ്ടിലെ അറബിയൻ ജനത. ഈ സമൂഹത്തിലേക്കാണ് മുത്തുനബിയുടെ യുഗപ്പിറവി. സ്നേഹ സമീപനം കൊണ്ടും സഹന മനോഭാവം കൊണ്ടും സത്യത്തിന്റെ സമ്പൂർണ്ണ സമർപ്പണം കൊണ്ടും ഹ്രസ്വകാലം കൊണ്ട് ആ അധമ വിഭാഗത്തെ സംസ്കാര സമ്പന്നരാക്കി എന്നുള്ളതാണ് മുത്തുനബിയുടെ ഏറ്റവും വലിയ ക്രെഡിറ്റ്. പിറന്നത് പെൺകുഞ്ഞെന്നറിഞ്ഞാൽ നിർദ്ദയം ജീവനോടെ കുഴിച്ചുമൂടിയ കാട്ടാളന്മാർക്കു മുമ്പിൽ 2 പെൺമക്കളെ വിദ്യ നൽകി വളർത്തി വലുതാക്കിവന് പരലോകത്തെ പ്രതിഫല കൂമ്പാരമുണ്ടെന്ന സന്ദേശം എത്തിച്ച് സ്ത്രീക്ക് സ്വത്തവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ച് അവിടുന്ന് ഞാൻ വിളിച്ചമേകി സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ വിത്തുകൾ പാകി വർണ്ണവിവേചനത്തെ പടിക്കടത്തി കറുത്ത ബിലാൽ തങ്ങളെയും വെളുത്ത സൽമാനുൽ ഫാരിസി തങ്ങളെയും സഹോദരത്തിന്റെ ഒരൊറ്റ പൂമാലയിൽ കോർത്തു. ഇങ്ങനെ അവിടുന്ന് രചിച്ച സുഗന്ധ വിപ്ലവം വിവരിക്കാനാവില്ല. വിമർശകരുടെ ആരോപണങ്ങളെ പോലെ വാളുകൊണ്ടല്ല അവിടുന്ന് പരിശുദ്ധ ദീനിനെ പടിപ്പടിയായി ഉയർത്തിയത്, മറിച്ച് ഉത്കൃഷ്ടവും വരിഷ്ഠവുമായ സ്വഭാവത്തിലൂടെയായിരുന്നു. അല്ലാഹു തന്നെ പറഞ്ഞല്ലോ, നബിയെ, അങ്ങ് വിശിഷ്ട സ്വഭാവത്തിനുടമയാണെന്ന്. അവിടുത്തെ സഹന സാമീപ്യം കണ്ട്, സ്നേഹ വായ്പ കണ്ട് എത്ര പേരാണ് വിശുദ്ധ ഇസ്ലാം പുൽകിയത്. യാത്ര ചെയ്യുന്ന വഴി എന്നും മലിനമാകുന്ന ഒരു ജൂത സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു ദിനം ഈ പതിവ് ദർശിക്കാത്തപ്പോൾ തിരുനബി ആ പെണ്ണിനെ അന്വേഷിച്ചു. രോഗസ്ഥയാണെന്നറിഞ്ഞു, സന്ദർശിച്ചു, രോഗശമനത്തിനായി പ്രാർത്ഥിച്ചു. അവൾ അത്ഭുതപ്പെട്ടു. ഞാൻ ഇദ്ദേഹത്തെയാണോ ഇത്രയും നാൾ ബുദ്ധിമുട്ടിച്ചത്? ആ സ്വഭാവ മഹിമ കണ്ട് ജൂത സ്ത്രീ ഉടനടി ഇസ്ലാം പുൽകി. ഇങ്ങനെ എത്ര മകുടോദാഹരണങ്ങൾ. ബോധനവയിൽ കല്ലുകളും മുള്ളുകളും കനൽച്ചീലുകളും ഒന്നൊന്നായി പതിച്ചപ്പോൾ അവിടുന്ന് സഹിച്ച സഹനത്തിന്റെ പ്രതിഫലങ്ങളാണ് അന്നും ഇന്നും എന്നും ഇസ്ലാമിന്റെ വിജയ രഹസ്യം. ഇതര മത നേതാക്കൾക്ക് പോലും ആ മഹത്വത്തെ വാഴ്ത്തേണ്ടി വന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് നമുക്ക് സത്യസരണി സമ്മാനിച്ച മുത്തിനെ സ്നേഹിക്കൽ നമ്മുടെ ബാധ്യതയാണ്. لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും സന്താനത്തെക്കാളും മറ്റെല്ലാത്തിനേക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളെല്ലാവരും പരിപൂർണ വിശ്വാസികളാവില്ല എന്നാണല്ലോ അവിടുന്ന് തന്നെ പഠിപ്പിച്ചത്.
ഈ മഹിതമൊഴിമുത്ത് അന്യത്തമാക്കിയാണ് സ്വഹാബത്തും താബിഈങ്ങളും ജീവിതത്തോടെ തുഴഞ്ഞത്. ആ മുത്തിനെ സ്നേഹിച്ചും പ്രകീർത്തിച്ചും അവിടുന്ന് കാട്ടിയ മികച്ച റൂട്ടിൽ ഗമിച്ചും നാം മുന്നേറുക എങ്കിൽ നാളെ അവിടത്തോടൊപ്പം സ്വർഗീയ സുഖലോലുപതയിൽ നമുക്കും പങ്കുചേരാം. ഞാൻ തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വിട പറയുന്നു. ആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد. ബഹുമാനാദരവുകൾ നിറഞ്ഞ വിധികർത്താക്കളെ, പ്രിയം നിറഞ്ഞ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സുന്ദരമായ തസ്നീമി മദീന എന്ന വേദിയിൽ ഖുർആൻ മനുഷ്യകുലത്തിന് വഴികാട്ടി എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തൗഫീഖ് നൽകിയ നാഥന് സർവസ്തുതിയും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ബഹുമാനരെ, പരിശുദ്ധ ഖുർആനിന്റെ അത്ഭുതങ്ങളെ പറഞ്ഞു തുടങ്ങുമ്പോൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകരും ഒരു കാട്ടാള സമൂഹം ചേർന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത നീണ്ട കഥകൾ പറയാതിരിക്കാനാവുകയില്ല. അഭിരീഷ്കതരും പരിക്കൻ പ്രകൃതിക്കാരുമായ ഒരു ജനവിഭാഗമായിരുന്നു ഖുർആനിന്റെ പ്രഥമ അഭിസംബോധിതർ. ചെറിയ കാലയളവ് കൊണ്ട് തന്നെ ആ ജനതയെ മാനവമൂല്യതയുടെ തിളങ്ങുന്ന മാതൃകയാക്കി വളർത്തിയെടുക്കുകയും പിന്നീട് അവരിലൂടെ ലോക ജനതക്ക് നന്മയുടെ കൈത്തിരി തെളിയിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അത്ഭുതമായിരുന്നു ലോകം കണ്ടത്. പരിശുദ്ധ ഖുർആൻ കേവലം ഒരു രാജ്യത്തിൻ്റെയോ ഒരു ഭാഷയുടെയോ ഒരു കാലഘട്ടത്തിൻ്റെയോ ഒരു വർഗത്തിൻ്റെയോ മാത്രം ഗ്രന്ഥമല്ല, മറിച്ച് മാനുഷികതയാണ് അഭിസംബോധനം ചെയ്യുന്നത്. കാലദേശ വർഗവാസ വിവേചനങ്ങൾക്കതീതമായ മാനുഷികതയെ യാ അയ്യുഹന്നാസ് എന്ന അഭിസംബോധനയുടെ ഖുർആൻ അടിവരയിട്ടിട്ടുണ്ട്. ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത, എല്ലാ നിലയിലും അരാജകത്വത്തിൽ ജീവിച്ച് സ്വന്തം രക്തത്തിൽ നിന്ന് പിറന്നു വീണ കുഞ്ഞി പെണ്ണായാൽ അപമാനഭാരം നിമിത്തം കുടിച്ചു മൂടി അഭിമാനത്തോടെ വിളിച്ചു പറയുന്ന കാലം. അയൽവാസിയുടെ വീട്ടിൽ തന്റെ ഒട്ടകം കടന്നതിന്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്യുന്ന യുദ്ധക്കൊതിയന്മാരുടെ ജനത താൻ മരിച്ചു കഴിഞ്ഞാൽ തന്റെ കുഴിമാടത്തിന്റെ മുകളിൽ കുഴിച്ചു വെക്കുന്ന മുന്തിരിവള്ളിയുടെ പേരുകൾ നുരുമ്പിക്കൊണ്ടിരിക്കുന്ന തന്റെ അസ്ഥിപ്പഞ്ചരങ്ങൾക്ക് മദ്യത്തിന് പകരുമെന്ന് പറഞ്ഞിരുന്ന ജനത സാമൂഹികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും ലെവലസൻ നന്മകളില്ലാതിരുന്ന ജനത ജീവിതത്തിൽ അടിപിടിയും പെണ്ണുപിടിയും കള്ളുകുടിയും മാത്രം ലക്ഷ്യമാക്കുകയും അതിനുവേണ്ടി എന്ത് അനീതിയും എന്ത് അക്രമവും എന്ത് ആസലവും വിളിച്ചു പറയുവാൻ ദൃശ്യായ സമൂഹത്തെ ഹസ്സകാല കൊണ്ട് ഖുർആൻ നക്ഷത്രത്തുല്യാക്കി സംസ്കരിച്ച് ഏറ്റവും ഉദാത്തമായ മാതൃകാ പുരുഷരാക്കി മാറ്റി. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.